നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാന്യരെ, മാവേലിക്കര കോൺഗ്രസ് നേതാവ് മുരളി അവരുടെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുകയും ആ കുടുംബത്തെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ബഹുമാന്യരെ, അതായത് കർണാടകയിലെ കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിൽ രാഷ്ട്രീയ പാർട്ടിയിൽ കൂടാതെ നൂറുകണക്കിന് NGOs, നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻ NGOമാർ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് അവിടെ കോൺഗ്രസ് ഭരണം കിട്ടി. അവരൊന്നും പ്രതിഫലം ഇച്ഛിച്ചല്ല, ചില ലക്ഷ്യത്തിനും ആദർശത്തിനും വേണ്ടി. അതുപോലെ മൊയ്തീൻ ഷാ നയിക്കുന്ന ജനതാദൾ നാഷണലിസ്റ്റ് UDFന് പിന്തുണ കൊടുക്കാൻ തീരുമാനിച്ച് വാർത്ത വന്നു. അവർ എന്തെങ്കിലും സ്ഥാനം കിട്ടാനോ അല്ലെങ്കിൽ MLA ആകാനോ MP ആകാനോ ഒന്നുമല്ല. കാരണം കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ് വരുന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ UDF ജയിക്കുക എന്നുള്ളത്. എങ്കിലേ LDF നിലനിൽക്കുള്ളൂ. അല്ലെങ്കിൽ LDF നശിക്കും, UDF നശിക്കും, BJP ഏകപക്ഷീയമായിട്ട് ഭരണത്തിൽ വരികയും ചെയ്യും. BJP വരുന്നതോട് നമ്മളെതിരല്ല, കാരണം വെച്ചാൽ രാഷ്ട്രീയ പാർട്ടിയല്ലേ. പക്ഷേ പെട്ടെന്ന് അവർ വരണ്ട എന്നുള്ളത് അത് മൊയ്തീൻ ഷാ അഭിപ്രായമല്ല, മുസ്ലിം സമുദായത്തിലെ 99% ഒരു ചെറിയ ആഗ്രഹമാണ്. അത് നമ്മൾ എൻ്റെ ശബ്ദത്തിൽ കൂടി പറയുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് ഒഴിച്ച് വാർഡ് മെമ്പർ മുതൽ പാർലമെൻറ്റിലേക്ക് വരെ മൊയ്തീൻ ഷാ മത്സരിച്ചിട്ടുണ്ട്. മുന്നണിയായിട്ടല്ല, മുന്നണി ഇല്ലാത്ത രാഷ്ട്രീയ പാർട്ടികളായിട്ട്. അതിൻ്റെ അർത്ഥം അധികാരത്തിന് വേണ്ടിയല്ല നടക്കും. അധികാരം കിട്ടിയെങ്കിൽ മുന്നണി രാഷ്ട്രീയം വേണമല്ലോ. മുന്നണി രാഷ്ട്രീയത്തിൽ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മുടെ മുന്നണി പറയുന്ന തെറ്റായ കാര്യങ്ങൾ നമ്മൾ അനുകൂലിക്കണം, എതിർ മുന്നണി പറയുന്ന നല്ല കാര്യങ്ങൾ എതിർക്കണം, എങ്കിലേ മുന്നണിയിൽ നിലനിൽക്കാൻ പറ്റുള്ളൂ. അത് മനസാക്ഷി കുത്തിന് ശരിയല്ലാത്തതുകൊണ്ടാണ് ഇത്രയും കാലം നമ്മൾ മുന്നണി രാഷ്ട്രീയത്തിൽ പ്രവേശിക്കരുത്. തന്നെയല്ല, നമുക്ക് അധികാര രാഷ്ട്രീയ ആഗ്രഹമില്ല. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ അങ്ങനെ മാറി നിന്ന് കഴിഞ്ഞാൽ തെറ്റ് ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല, ചെയ്യാതിരിക്കാനുള്ള അവസരം ഉണ്ടാക്കുക എന്ന് പറയും പോലെ നമ്മൾ തെറ്റ് കണ്ടാൽ മിണ്ടാതിരിക്കുന്നതും തെറ്റ് ചെയ്ത് തുല്യമാണ്. അതുകൊണ്ടാണ് UDF പിന്തുണ കൊടുക്കുന്നത്. പറയാൻ കാരണം, ആലുവ മണ്ഡലത്തിലും തൃക്കാക്കര മണ്ഡലത്തിലും ഒരു മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് നിങ്ങൾ പരിഗണിച്ചാൽ എങ്ങനെയിരിക്കും എന്നൊരു ചോദ്യം വന്നു. സാധാരണ പലരും പരസ്യം കൊടുത്ത് കാശ് കൊടുത്ത് പത്രത്തിലും ചാനലൊക്കെ പറയും, ഇന്ന ആളെ അവിടെ നിയമിക്കാൻ ആഗ്രഹമുണ്ട്. അങ്ങനെ പറഞ്ഞ് ആഗ്രഹിക്കാനുള്ള ഒരു ആഗ്രഹം എനിക്കില്ല. കാരണം ഞാൻ 10-50 വർഷമായിട്ട് എറണാകുളത്തുണ്ട്, 10-60 വർഷത്തിൽ കൂടുതൽ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ കലൂർ ഭാഗത്ത് കഴിഞ്ഞ കോർപ്പറേഷൻ കഴിഞ്ഞപ്പോൾ കലൂർ ഭാഗത്ത് എൻ്റെ ഫ്ലെക്സുകളൊക്കെ എടുത്ത് മാറ്റി. ഞാൻ എന്താ മത്സരിക്കുന്നു ചോദിച്ചിട്ടാണ്. ഞാൻ മത്സരിക്കില്ല എന്നോട് വാക്ക് പറഞ്ഞത്. ഞാൻ മത്സരിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല. മത്സരിക്കാൻ വേണ്ടി ചെയ്യുന്നതാണെങ്കിൽ ഇങ്ങനെയല്ല കളി, ആ കളി വേറെയാണ്. പണ്ട് ജഗതി പറഞ്ഞല്ലേ, എൻ്റെ ഗർഭം അങ്ങനെയില്ല എന്ന് പറയും പോലെ. എന്തുപോട്ടെ, ആലുവയെ സംബന്ധിച്ച് അറിയാമല്ലോ, വർഷങ്ങളായിട്ട് LDFന് സീറ്റ് കിട്ടാതിരിക്കുകയാണ്. നല്ല ആലുവ മുനിസിപ്പാലിറ്റി മുസ്ലിം ഭൂരിപക്ഷം അല്ലെങ്കിലും ആലുവ നിയോജകമണ്ഡലം മുസ്ലിം ഭൂരിപക്ഷമുള്ള മേഖലയാണ്. അവർ മുസ്ലിങ്ങളാണ് സാധാരണ ജയിച്ചു വരുന്നത്. അപ്പോൾ ഒരു ഇത്രയും കാലം പ്രവർത്തിച്ചിട്ട് വലിയ കുഴപ്പമില്ലാത്ത ഒരാളെന്ന നിലയിൽ, ആ കുഴപ്പമില്ലാത്ത പറയാൻ കാരണം, ജനതാദൾ നാഷണലിസ്റ്റ് രൂപീകരിക്കുന്ന സമയത്ത് ഡൽഹിയിൽ ചേർന്ന യോഗത്തിൽ 121 പേരുണ്ടായിരുന്നു. അതിൽ ഏറ്റവും കഴിവ് കുറഞ്ഞ അല്ലെങ്കിൽ മിടുക്കനല്ലാത്ത അല്ലെങ്കിൽ മോശം അല്ലെങ്കിൽ താഴ്ന്ന ഒരാളാണെന്ന് മൊയ്തീൻ ഷാ. പക്ഷെ എന്നെ അവർ ദേശീയ പ്രസിഡൻ്റാക്കി നോമിനേറ്റ് ചെയ്തു. അപ്പോൾ ഞാനും പറഞ്ഞു, അങ്ങനെ ദേശീയ പ്രസിഡൻ്റായിരിക്കാനുള്ള യോഗ്യത അർഹത എനിക്കില്ല. എനിക്ക് കൂടി വന്നാൽ ഒരു ജില്ലാ പ്രസിഡന്റ് അല്ലെങ്കിൽ വല്ല സംസ്ഥാന എന്തെങ്കിലും ചെറിയ ഭാരവാഹി. അപ്പോൾ അവർ പറഞ്ഞു, 60 വർഷം പൊതുരംഗത്ത് പ്രവർത്തിച്ചിട്ടും ഒരു പെണ്ണ് കേസിലും ചെക്ക് കേസിലും കേസിലും പെടാതെ ഇരിക്കുന്ന വേറൊരാളുടെ പേര് പറയാൻ പറഞ്ഞപ്പോൾ ഈ 123 പേരിൽ 222 പേർക്ക് ഓരോരോ പോരായിട്ടുണ്ട്. അങ്ങനെ എന്നെ ആക്കിയത് ഞാൻ ചാർജ് ഏറ്റവും. പക്ഷേ 2 വർഷം നമ്മുടെ കാലം, 2 വർഷം കഴിയുമ്പോൾ അടുത്ത ഞങ്ങൾ SS സേഥി എന്നൊരു ഡൽഹിക്കാരനെ ഏൽപ്പിച്ച് ഞാനൊരു ദേശീയ സെക്രട്ടറി ആയിട്ട് മാറി നിൽക്കണം. അതുകൂടാതെ സംസ്ഥാന ചാർജുണ്ട്. അപ്പോൾ അധികാരമല്ലത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരാൾ ആലുവയിൽ LDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് വന്നാൽ ഒരു പക്ഷേ അവിടെ പിടിച്ചു സാധ്യതയുണ്ട് എന്നൊരു ചിന്ത ആരോടെ കയ്യില്ല, ആരും പറഞ്ഞില്ല, വന്നു. അപ്പോൾ തൃക്കാക്കര 40,000 മുസ്ലിം വോട്ടർമാരുണ്ട്. അതിലേതാണ്ട് ഒരു 10-25 വോട്ടും UDFന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്.
പക്ഷെ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അതിൽ കുറച്ച് കൂടുതൽ യു ഡി എഫിന് കൊടുത്തു. അങ്ങനെയാണ് അവിടെ കൂടുതൽ സീറ്റ് മറ്റേ ഉമാ തോമസ് കിട്ടിയത്. ആ ചരിത്രം ഞാൻ പല പ്രാവശ്യം പറഞ്ഞു, ഇപ്പോൾ പറയുന്നില്ല. അപ്പം അങ്ങനെ 2 മണ്ഡലത്തിൽ മൊയ്തീൻ സ്ഥാനാർത്ഥിയായിട്ട് വന്നില്ല, എങ്ങനെ ഇരിക്കും എന്നൊരു ചർച്ച എവിടുന്നോ വന്ന് സംസാരിച്ചു. അപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരു സ്ഥലത്തും മത്സരിക്കാൻ താല്പര്യമില്ല, രാഷ്ട്രീയ താല്പര്യമില്ല. അപ്പം നമ്മുടെ കൂടെ നിൽക്കുന്നവർക്ക് പഞ്ചായത്ത് മെമ്പറിലും ആകണമെങ്കിൽ കേരളത്തെ സംബന്ധിച്ച് മുന്നണി ഇല്ലാതെ പറ്റില്ല. അങ്ങനെയാണ് മുന്നണി രാഷ്ട്രീയത്തിൽ വന്നത്. കാരണം ഞാൻ മഹാത്മാഗാന്ധി ഓമിക്കാൽ തെറ്റാണല്ലോ. പക്ഷേ മഹാത്മാഗാന്ധി പഞ്ചായത്ത് മെമ്പറുകളായിട്ടാണോ ലോകം പറയുന്നത് ഇത്രയും കാലം ജനങ്ങൾ ചെയ്തു. അപ്പോൾ ജനങ്ങളെ സേവിക്കണമെങ്കിൽ യൂണിവേഴ്സിറ്റി നോളജ് വേണമെന്നില്ല, യൂണിവേഴ്സൽ നോളജ് വേണം. അധികാരം വേണമെന്നില്ല. അധികാരം എന്താ വെച്ചാൽ അഴിമതി ചെയ്യാനും ആളാകാനും. ഇത് രണ്ടും എനിക്ക് താല്പര്യമില്ല, എന്തുമാകട്ടെ. അപ്പോൾ അങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ വേറൊരു കാര്യം സംഭവിച്ചു കഴിഞ്ഞ ആഴ്ച. അതായത് ഞങ്ങൾ നാഷണൽ ജനതാദൾ എന്നൊരു പാർട്ടിക്കാണ് രൂപം കൊടുത്തു. അത് രജിസ്ട്രേഷൻ ചെന്നപ്പോൾ നാഷണൽ ജനതാദളത്തിൽ രാഷ്ട്രീയ ജനതാദളം മലയാളം ആകും, അതുകൊണ്ട് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ കിട്ടൂല എന്ന് പറഞ്ഞാൽ നമ്മൾ നാഷണൽ ജനതാദൾ മാറ്റി ജനതാദൾ നാഷണലിസ്റ്റ് എന്നാക്കിയത്. അങ്ങനെ JDN വന്നത്. അത് കഴിഞ്ഞ് ഉടനെ തന്നെ നമ്മുടെ ജോൺ സാറ് ഇപ്പോൾ നമ്മുടെ ചേർന്ന് പ്രവർത്തിയപ്പോൾ എൻ്റെ ഓഫീസിലേക്ക് വന്നാണ് കൊറോണയ്ക്ക് തൊട്ട് മുമ്പ്. പിന്നെ കൊറോണ അപ്പോൾ ഞങ്ങൾ സംസാരിക്കാൻ പറ്റി. അങ്ങനെ അദ്ദേഹം അത് നാഷണൽ ജനതാദളമായിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ അത് നിന്നാലും രജിസ്ട്രേഷൻ കിട്ടില്ല, അവിടെ വേറെ ഭാരതീയ നാഷണൽ ജനതാദളം ഒറ്റാണ്. അദ്ദേഹം ഇങ്ങനെ മുന്നണി ചേരാൻ ആഗ്രഹമുള്ളപ്പോൾ കുറേയധികം കക്ഷികളൊക്കെ കഴിഞ്ഞാൽ പാർട്ടിക്ക് മുന്നണിക്ക് ക്ഷീണമായതുകൊണ്ട് കോൺഗ്രസ് ക്ഷീണമായതുകൊണ്ട് നമ്മൾ യോജിച്ചു പോകാമെന്ന് ഒരു ധാരണ എത്തി. പാലക്കാട് ഇത് സംസാരിച്ചപ്പോഴേ അദ്ദേഹത്തിൻ്റെ സഹകരണം വളരെ മോശമായിരുന്നു. അതൊന്നും എനിക്ക് പ്രശ്നമല്ല. ഈ 6-ാം തീയതി മറ്റന്നാൾ അത് വെള്ളിയാഴ്ച നാളെ കോഴിക്കോട് സമ്മേളനമുണ്ട്. അത് സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. ആ സുധാകരൻ്റെ പേര് മാത്രം അദ്ദേഹം പറഞ്ഞ സംസ്ഥാന പ്രസിഡന്റ് എന്ന് പറയുന്ന ജോൺ സാറിൻ്റെ ഭാരതീയ നാഷണൽ ജനതാദളിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പേര് പോലും ഇല്ല. എൻ്റെ ജോണേട്ട, എന്തിനാണ് നമ്മൾ ഈ ഉറക്കൊഴിച്ച് പണം മുടക്കി വരുന്നത്, പാർട്ടിയിൽ വരുന്നത്? പേര് കാണാനും വോട്ടോ വരാനും അല്ലേ? അല്ലെങ്കിൽ പിന്നെ പള്ളിയിലെ അമ്പലത്തെ പോയി ഭജന ചെയ്താൽ പോരെ? അപ്പോൾ അതുകൊണ്ട് ആൾക്കാർ നമുക്ക് സഹകരിക്കാൻ പറ്റില്ല, നമ്മൾ മാറി നിൽക്കുക. അങ്ങനെ നിൽക്കുമ്പോഴാണ് അന്ന് ഞങ്ങൾ ചർച്ച കഴിഞ്ഞ് വരുന്ന വഴിക്ക് ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറിയപ്പോഴേ മനസ്സിൽ വെച്ച് ചോദിച്ചാണ് 1939 തുടങ്ങിയൊരു പാർട്ടിയുണ്ട് നമ്മുടെ. ഏത് പാർട്ടിയാണ്? സുഭാഷ് ചന്ദ്രബോസ്. അദ്ദേഹം ഏതാണ്ട് അഭിപ്രായ വ്യത്യാസമില്ലാത്ത ആളും അഭിപ്രായമുള്ള ആളും അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. നല്ല ഒരു മനുഷ്യ സ്നേഹിയും ഒരു നല്ലൊരു രാജ്യസ്നേഹിയൊക്കെ ആയിരുന്നു. അങ്ങനെയാണ് അറിയാമല്ലോ, ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിൻ്റെ പേരിലൊരു പാർട്ടിയുണ്ട്. ആ പാർട്ടി പേര് ഫോർവേഡ് ബ്ലോക്ക്. അത് പേര് അഡീഷൻ ചേർത്ത് ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്ക് എന്നാണ്. അപ്പോൾ ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്കിൻ്റെ ഇപ്പോഴത്തെ ദേശീയ നേതാവ് ദേവരാജ്, നല്ല മനുഷ്യൻ, ഒരു കുഴപ്പമില്ല. പക്ഷേ അദ്ദേഹം 100 വർഷം 1939 പോയാൽ 2039 100 വർഷമാകും. 39 എത്തേണ്ടത് 26 13 കൊല്ലോട് കഴിഞ്ഞാൽ അത് 100-ാം വാർഷികം ആഘോഷിക്കും. പിന്നെ കോൺഗ്രസ് 140 വർഷം കഴിഞ്ഞ ഡിസംബർ 22-ാം തീയതി അത് കോൺഗ്രസ് അറിഞ്ഞിട്ട് പോലുമില്ല. ഓക്കെ, അങ്ങനെ നിന്നിട്ട് ഒരു MLA പോലും കേരളത്തിൽ ഉണ്ടാക്കാൻ പറ്റിയില്ല, കാര്യമായ സ്വാധീനമൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ സംഘടന ജനതാദൾ നാഷണലിസ്റ്റിൻ്റെ ചെറിയൊരു ഒരു ഗ്രൂപ്പുണ്ട്. അതിൽ ചെറിയ അതിന് പറയുന്നത് പിന്നെ ഒരു എല്ലാ പാർട്ടിക്കുള്ളാണിത്. അവർ രഹസ്യാന്വേഷണ വിഭാഗം ചെറുതായിട്ട് ഞങ്ങൾക്കുണ്ടത്. ആ രഹസ്യാന്വേഷണ വിഭാഗം ഞങ്ങൾക്കൊരു റിപ്പോർട്ട് തന്നു. അതായത് ഈ വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ 2 പ്രാവശ്യം പിന്നെ ഇദ്ദേഹം മത്സരിച്ച് ജയിച്ചില്ല. 3ാം ഇത്തവണ ജാനുവിനും പിന്നെ ഈ പറഞ്ഞ ദേവരാജനും ആ പാർട്ടിക്ക് സീറ്റ് കൊടുക്കാൻ സാധ്യതയില്ല. കാരണം നിലയേറിയ 2 സീറ്റ് കളയാൻ പറ്റില്ല. അതിന് ഞങ്ങളുടെ രഹസ്യാന്വേഷണ ഇതിൽ വിഭാഗത്തിൽപ്പെട്ട ബുദ്ധിജീവികൾ പറഞ്ഞത്, ജാനുവിൻ്റെ പാർട്ടിക്ക് കേരളത്തിൽ ആകെ 1.5% വരുന്ന ആദിവാസി വിഭാഗമാണ്. 1% മാത്രം അത് ആദിവാസി വിഭാഗത്തിന് അന്ധമായിട്ട് സ്നേഹം ഓർത്ത് ഒരു സീറ്റ് കൊടുത്താൽ ജയിക്കാൻ സാധ്യതയില്ല. പിന്നെ ഈ ദേവരാജിൻ്റെ അടി ദേവരാജ് ഈ ചെട്ടിയാർ വിഭാഗമാണ്. 10,000 പേരായിട്ടേ കേരളത്തിലുള്ളൂ.
കോൺഗ്രസിന് ഇപ്പോഴത്തെ രഹസ്യ റിപ്പോർട്ട് അനുസരിച്ച് അത് പറയാൻ പാടില്ല, ജാതി മതം പറയാൻ പാടില്ല, പക്ഷേ ഇന്ത്യയിൽ വേണ്ട അങ്ങനെയാണ്. കാരണം ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് ഞാൻ പറഞ്ഞില്ലേ, ഡോക്ടർ സക്കീർ ഹുസൈൻ ഇന്ത്യയുടെ പ്രസിഡന്റ്, അദ്ദേഹം കോൺഗ്രസ്സുകാരാണ്. അദ്ദേഹം മുസ്ലിം ഭൂരിപക്ഷം മേഖല നിർത്താൻ യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹം പറഞ്ഞെന്നറിയോ, വേണ്ട ഞാൻ നിൽക്കുന്നില്ല, ഞാൻ നിൽക്കണമെങ്കിൽ ഹിന്ദു ഭൂരിപക്ഷം മേഖല നിർത്തി ജയിക്കുകയും മാത്രം മതി, അല്ലെങ്കിൽ ഞാൻ നിൽക്കില്ല. അങ്ങനെ ഹിന്ദു ഭൂരിപക്ഷം മേഖല നിർത്തി അദ്ദേഹം ഭൂരിപക്ഷം ജയിച്ചു. സക്കീർ ഹുസൈൻ കോൺഗ്രസ്. ഇന്ന് പറ്റൂ, ഇന്ന് ജാതി മാത്രം ഉപജാതി നോക്കുന്ന കാലമാണ്. നായരാണ് കോളി നായർ, ചോരാണ് കോളി ചോര്, അങ്ങനെ കിടക്കുന്ന കാലമാണ് ഹിന്ദുവാണെങ്കിൽ പോലും. അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു മിനിമം 30% ആൾക്കാരുള്ള ഒരു സമുദായത്തിലെങ്കിലും ആകണം ഒരു മണ്ഡൽ സീറ്റ് കൊടുക്കാൻ. ബാക്കി മറ്റുള്ള ചേർക്കാം. ഇത് 30% വിട്ട് ചെട്ടിയാസാന്റെ യോഗത്തിൽ ഒരു 2% പോലും ഇല്ലെന്ന്, എൻ്റെ 1% ഇല്ലെന്നോ. അതുകൊണ്ട് കൂടിയാണ്, അത് മാത്രമല്ല, അതുകൊണ്ട് കൂടിയാണ് അദ്ദേഹം പല പ്രാവശ്യം അല്ല അദ്ദേഹത്തിൻ്റെ പാർട്ടി കുഴപ്പമില്ല, അദ്ദേഹത്തിൻ്റെ പിന്നെ പ്രവൃത്തിയല്ല, വളരെ തങ്കമായ മനുഷ്യൻ, പൊളിറ്റീഷ്യൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ പോലെ വേണം. അത് കണ്ടുകൊണ്ടാണ് ഞാനും എൻ്റെ കൂടെ എന്നെ സാമ്പത്തികമായി ഞാൻ പണക്കാരനത് സാമ്പത്തിക സഹായിക്കാനായിട്ട് ഒരാൾ വന്ന് നേരിട്ട് കണ്ട് പറഞ്ഞു, നമുക്കൊരു സീറ്റ് കിട്ടുകയാണെങ്കിൽ മത്സരിക്കാം, നമുക്ക് സാമ്പത്തികമായിട്ടും ഞങ്ങൾ നോക്കിക്കോളാം എന്ന് ധൈര്യമായിട്ട് ഗ്യാരണ്ടി കൊടുത്ത്. വലിയ പണക്കാരാണ് വന്നത്, സർക്കാരൊന്നുമില്ല, കോടീശ്വരാണ്. അതിൻ്റെ സ്വഭാവം മനസ്സിലാക്കിയല്ല, എനിക്ക് എന്നെ സഹായിക്കേണ്ട കാര്യം അദ്ദേഹത്തിനില്ല. അങ്ങനെ ഏതാണ്ട് ഒരു നോക്കാന്നുള്ള ചോദ്യം അത് കഴിഞ്ഞ് വിളിച്ചു, പിന്നെ യാതൊരു വിവരവുമില്ല. ഇപ്പം ലേറ്റസ്റ്റ് കേൾക്കുന്നു അദ്ദേഹത്തിനും ജാനുവും സീറ്റ് കൊടുക്കാൻ സാധ്യതയില്ലെന്നാണ്. കാരണം സ്വർക്കില്ല. തന്നെയുമല്ല, ഈ വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ് UDFനെ സംബന്ധിച്ച്. കാരണം അതിൽ കനകൂല് പറഞ്ഞ 10 പേര്, ഹസൻ സാഹിബ് ഉൾപ്പെടെ, പിന്നെ കൊച്ചിക്കാരും താടിക്കാരും ഉൾപ്പെടെ അങ്ങനെ 10 പേർക്ക് മത്സരം കൊടുക്കരുത്, ജയിക്കില്ല എന്ന് പറഞ്ഞാൽ അതൊക്കെ വളരെ കറക്റ്റാണ്. അപ്പോൾ തോമസ് വാഷ് LDF സ്ഥാനാർത്ഥിയായിട്ട് എറണാകുളത്ത് വൈപ്പിൽ വരാൻ പോകുന്നവർ, അത് പിന്നെ മനുഷ്യന് ആഗ്രഹമാണ്, മരിച്ചാൽ ആഗ്രഹം തീരില്ലല്ലോ. LDF പറയും പറ്റിയ സ്ഥാനാർത്ഥിയുടെ ഇല്ല, അത് വെക്കട്ടെ. അങ്ങനെ വരുമ്പോൾ ഇവർക്കത് കൊടുക്കാൻ പറ്റില്ല. ഇപ്പം ജോസഫ് ഗ്രൂപ്പ് എന്താണ് കടുംപിടുത്തം പിടിക്കുന്നത്? എന്താണ് ജോസഫ് ഗ്രൂപ്പിൻ്റെ ശക്തി? ആരാണ് ഒരു നേതാവ്? അല്ലെങ്കിൽ ഒരു നേതാവ് എന്ന് പറഞ്ഞാൽ അഹബ് തോട്ടത്തിലാണ്, ഒരു നേതാവ് ഒന്ന് PC തോമസാണ്, ഒരു നേതാവ് ജോസഫേട്ടാണ്. തന്നെ നിൽക്കാൻ പോലും പറ്റില്ല. പിന്നെ ഒരു നേതാവ് വരാൻ പോകുന്ന പുള്ളിയുടെ മകൻ പാപ്പു മറ്റുമാണ്. ആരും ഒരു നേതാവുള്ളത്? 10 സീറ്റ് കൊടുത്ത് മതിയോ? ജയിച്ചെടുക്കണ്ടേ? അങ്ങനെ വരുമ്പോൾ ഒതുങ്ങിയിട്ട് ഒരു 5-6 സീറ്റിൽ ഒതുങ്ങി പരമാവധി ഒരു 4 സീറ്റ്, ഇപ്പോൾ 2 സീറ്റല്ലേ, 4 സീറ്റ് ജയിക്കാൻ നോക്കാതെ ഇപ്പോൾ കടുംപിടുത്തം പിടിക്കുകയാണ്. 10 സീറ്റ് വേണം എന്നത് ഒക്കെ മണ്ടത്തരല്ലേ? ആ മണ്ടത്തിന് ഉദാഹരണം ഞാൻ പഠിത്തത്തിൽ പറയും. അപ്പോൾ അത് ധാര എത്തിയില്ലെങ്കിൽ അവർ പുറത്ത് പോകട്ടെ എന്നാണ്. UDFനെ സംബന്ധിച്ച് ഇവിടെ ഭരണം മസ്റ്റായതുകൊണ്ട് അങ്ങനെ ശല്യം ഉണ്ടാക്കുന്ന ആൾക്കാർ പോയിക്കൊണ്ട് ജനങ്ങൾ വോട്ട് ചെയ്യാൻ തയ്യാറാണ്. ജോസഫിന് ഉദ്ദേശമല്ല ജനങ്ങൾ വോട്ട് ചെയ്തത്, UDFനാണ് വോട്ട് ചെയ്തത്. അപ്പോൾ ജോസഫ് മാണി പൊയ്ക്കോട്ടെ, അപ്പോൾ മാണി ഗ്രൂപ്പ് ഇങ്ങോട്ട് വരും. അപ്പോൾ ജോസഫ് അത് പിളരും, മാണി ഗ്രൂപ്പ് പിളർന്ന് മൊത്തമായിട്ട് ശക്തിയുള്ള കേരള കോൺഗ്രസ് UDFൽ ഉണ്ടാക്കുകയും ചെയ്യും. അത് പേടിക്കാനില്ല. കാരണം ഞാൻ ഒരു കാര്യം പറയാം, ഈ ദേവരാജ് ഉൾപ്പെടെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. 40% വരുന്ന മുസ്ലിം സമുദായത്തിൽ 97% വോട്ടും ഇത്തവണ UDFന് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുക. അതാണ് ഈ LDF വിരളുന്നത്. അവിടെ ഒരു പല കളി കളിക്കുന്നുണ്ട്, അറ്റ കളി കളിക്കുകയാണ്. കാരണം 3%, പണ്ട് സാധാരണ 10% LDFന് മുസ്ലിങ്ങളുടെ വോട്ട്. അത് കഴിഞ്ഞ് ഈ അറബിക് സർവകലാശാല പ്രശ്നം വന്നിട്ട് അത് എത്രയാക്കി 2% അങ്ങോട്ട് 12%. അപ്പോഴാണ് ഈ 99-98 സീറ്റ് കിട്ടിയത്. അത് ഞാൻ പറഞ്ഞല്ലോ, 60ഓളം സീറ്റുകൾ ജയിക്കുന്നത് 500-നും 2000 ഇടക്കാണ്. അപ്പോൾ 1.5 ലക്ഷം വോട്ട് ഉണ്ടെങ്കിൽ 2% 3000ആണ്. അപ്പോൾ അങ്ങനെ ജയിച്ചാണ്. അതിൽ ഇപ്പോൾ ഇത് കുറേ നിരീശ്വരവാദികളായ മുസ്ലിങ്ങൾ മാത്രമേ വോട്ട് ചെയ്യുള്ളൂ. അത് ഏതൊരു 3% ഉള്ളൂ. ബാക്കി 97%. ഇന്ന് 100 വോട്ട് ചെയ്യുമ്പോൾ 37 വോട്ട് കിട്ടുന്ന UDFനാണ്. അതാണ് ഉറപ്പാണ്, അതിൽ മാറ്റം വരുന്നില്ല. കാന്തപുരം പോലും അങ്ങനെ ചെയ്യുന്നത്. അത് നിലനിൽപ്പിന് പ്രശ്നമുണ്ട. ഇതൊന്നും മനസ്സിലാക്കാൻ ദേവരാജ് അവരുടെ പാർട്ടിക്കോ അല്ലെങ്കിൽ മറ്റൊന്നും മനസ്സിലാക്കിയില്ല. നമ്മൾ വീണ്ടും പരസ്യമായിട്ട് പിന്നെ ജനതാദൾ നാഷണലിസ്റ്റ് തന്നെ കോൺഗ്രസ് പിന്തുണ കൊടുക്കുകയാണ്. അത് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയല്ല. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് പോയാൽ കാര്യം നല്ലതാണ്, അല്ലെങ്കിൽ അപകടമാണ്. പാസ് ഒപ്പിക്കാൻ വേണ്ടി മറ്റു കാര്യങ്ങൾ നടത്താൻ വേണ്ടിയൊന്നും അല്ല കൊടുത്തത്. ഇപ്പോൾ മുല്ലപ്പള്ളി രാമൻ സീറ്റ് കൊടുക്കാവുന്നു, സുധീരം മത്സരിക്കാൻ പോകുന്നു. ഇതൊക്കെ അവരൊന്നും കുഴപ്പക്കാരെ നേതാക്കളില്ല, പക്ഷെ പുതുമുകൾ കൊടുക്കുന്നത്. അതിൽ VD സതീശൻ നിലപാട് കറക്റ്റ്. VD സതീശൻ അദ്ദേഹത്തിൻ്റെ നിലപാടൊക്കെ അത് വളരെ കറക്റ്റാണ്. പുതുമുകൾക്ക് വേണം, ചെറുപ്പക്കാർക്ക് വേണം. ഒരിക്കലും മത്സരിക്കാത്ത ആളാണ് 7 അല്ലെങ്കിൽ 8 കൊടുക്കുക, അവരുടെ അത്യാഭിലാഷം പോലെ. ഇത് 1-2 പ്രാവശ്യങ്ങളിൽ മത്സരിച്ചൊരു 60 കഴിഞ്ഞവർക്ക് കൊടുക്കരുത്. ചില എക്സ്ട്രാ കേസ് അങ്ങനെ ചെയ്യണം. തന്നെയല്ല,
ഒരു വലിയ അപകടത്തിന് സൂചന ഇന്ന് ചാനലിൽ വാർത്തയായിട്ട് കണ്ട്. അത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. അത് ഏതുപോലെ എന്നറിയോ? ഞാൻ എൻ്റെ വീട് ചെമ്പറിക്കാണ്. ഞാൻ അരുമ്പശ്ശേരിപ്പെട്ടാണ്. മൊയ്തീൻ ഷായാണ്. എൻ്റെ അമ്മാവൻ്റെ മകനാണ് മുസ്തഫ ഹാജിയുടെ മകൻ AM മീതിയാണ്. പഞ്ചായത്ത് മെമ്പറൊക്കെയാണ്. 1 ലക്ഷം രൂപ കോടീശ്വരനൊക്കെയാണ്. അദ്ദേഹത്തെ കല്യാണം മുടിക്കലിൽ നിന്നാണ് കഴിച്ചു. പെരുമ്പാൽ മുടിക്കൽ. അത് ഓച്ചക്കാന്ന് പറഞ്ഞ അവർ ഫേമസ് ആ കുടുംബക്കാർ. കല്യാണം നിശ്ചയം നടക്കുകയാണ്. അപ്പോൾ ഈ ചെറുക്കൻ കല്യാണം കഴിച്ച് നീണ്ടുപോയി. നിശ്ചയ സമയത്ത് മഹർ എന്നുണ്ട് മുസ്ലിങ്ങൾക്ക്. നിർബന്ധ തുകയാണത്. അത് മഹർ എന്ന് പറഞ്ഞാൽ പുരുഷൻ സ്ത്രീയുടെ വാപ്പാക്ക് പിതാവിന് കൊടുക്കുന്ന ആണ്. അത് കടം പറയാൻ പറ്റില്ല. അപ്പോൾ അവിടെ നിന്ന് തൃക്കാക്കര HMD സ്ഥലം കൊടുത്തപ്പോൾ ഒരു ഹാജിയാർ വന്ന് പട്ടുവിൻ താമസിച്ചത്. പട്ടുവിൻ്റെ ഹാജി എന്നൊക്കെ പറയും. അദ്ദേഹം വന്ന് ആൾ മരിച്ചുപോയി. മണ്ടനാണല്ലോ. അദ്ദേഹം കുറച്ച് നേതാവാണ്, ഹാജിയാരൊക്കെയാണ്. അപ്പോൾ അദ്ദേഹം മഹർ എന്താ മേടിച്ചു. അപ്പോൾ ഞാൻ ചരിത്ര അനുഭവമല്ല, ഇത് അനുഭവം പറയാനല്ല, കഥ പറയല്ല. അപ്പോൾ ഉസ്മാൻക്ക് പെരുമ്പാവൂർ ഉസ്മാൻക്ക് എല്ലാം വേണ്ട ആളാണ്. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം പറഞ്ഞു ആ സാറിൽ എന്തായാലും മതി, എന്തായാലും പല പ്രാവശ്യം പറഞ്ഞു എന്തായാലും മതി. അപ്പോൾ ഇയാൾ പോരാന്ന് പറഞ്ഞു. അപ്പോൾ ഉസ്മാൻക്ക് ഒരു കാര്യം പറഞ്ഞു, എന്നാൽ ശരി ഒരു 10 പവൻ. അന്ന് 10 പവനില്ലാണ്, അന്നൊക്കെ കൊടുക്കുന്ന ആകാരം പവനൊക്കെയാണ് 10 പവൻ നോക്കി ഗണഞ്ഞില്ലേ. പിന്നെ അതിൽ നിന്ന് ഊരിയെടുക്കാൻ ഊരിയെടുക്കാൻ പറ്റ പാട് എനിക്കറിയാവുള്ളൂ. അന്ന് എനിക്കോട്ട് മുഹമ്മദ് സാറും ഉണ്ട്. മുഹമ്മദ് സാർ മൂത്ത മുഹമ്മദ് സാർ എടുക്കലാണ്. അദ്ദേഹം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇടപെട്ടാണ്. എന്താ അറിയോ, ഒരു കാര്യത്തെ കാര്യം വെറുതെ പരസ്യമായിട്ട് പറഞ്ഞ് 10 പവൻ അന്നൊക്കെ പറഞ്ഞ് നിസ്സാര കാര്യമാണോ. അതുപോലെയാണ് ആവശ്യമില്ലാത്ത ചർച്ച പറഞ്ഞ് പ്രസ്താവന കൊടുത്ത് UDF നേതാക്കളെ, കോൺഗ്രസ് നേതാക്കൾ നിങ്ങളിത് വഷളാക്കി കളയല്ലേ. ഞങ്ങൾ UDF ഇതോട് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, അതുകൊണ്ട് ഞങ്ങൾ UDF കാണുന്ന എല്ലാ ചെറിയ തെറ്റുകളും ഞങ്ങൾ പറയും. കാരണം പഠിക്കുന്ന കുട്ടി അധ്യാപകൻ തല്ലും. അതിനർത്ഥം കുട്ടിയോട് അധ്യാപകന് സ്നേഹമില്ലാതല്ല, കുട്ടി നന്നായി വരാൻ വേണ്ടിയാ. അപ്പോൾ UDF ഞങ്ങൾ ഇപ്പോഴും ചില വിമർശനം നടത്തും, അത് നന്നാകാൻ വേണ്ടിയാ. അത് കാര്യം മറ്റൊന്നുമില്ല. നമ്മളെല്ലാം അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും നമ്മുടെ നേതാവ് ശ്രീ പ്രിയങ്ക ഗാന്ധി ഒരു പ്രസ്താവന, അത് ശരിയാണെന്ന് എനിക്കല്ല, ചാനൽ കാണാണ്. ഞങ്ങൾ ഭരണത്തിൽ വന്നാൽ കേരളത്തിൽ ഗോവധം നിരോധിക്കുക. ഞാൻ ഇരുന്ന് തിരിച്ചു മറിഞ്ഞ് 1 മണിക്കൂർ എൻ്റെ തലയാതെ കമ്പ്യൂട്ടർ വർക്ക് ചെയ്തത്. എന്നിട്ടും പറഞ്ഞത് ഇപ്പം എന്താണ് പറയാൻ കാരണം? കേരളത്തിൽ ഗോവധമായിട്ടൊന്നും യാതൊരു ബന്ധമുള്ള കാര്യമില്ല. എങ്ങനെയെങ്കിലും അധികാരത്തിൽ കയറാൻ വേണ്ടി അസാധ പരിശ്രമം കേരള ജനത എടുക്കുമ്പോൾ, കോൺഗ്രസ് മാത്രം UDF മാത്രമല്ല, കേരള ജനത എടുക്കുകയാണ്. അത്ര കണ്ട് ഒരു മടുത്ത ഭരണമാണത്. ധിക്കാരമാണ്, അഹങ്കാരമാണ്, അഴിമതിയാണ്, കൂത്തരങ്ങാണ്. അങ്ങനെ മലയാള ജനത എന്ത് വിട്ടുവീഴ്ച UDF അധികാരത്തിൽ കയറ്റാൻ വേണ്ടി അസാന്ത പരിശ്രമം അഹമികയ പ്രവർത്തിക്കുമ്പോൾ ഈ അസ്ഥാനത്ത് എന്തിന് പ്രിയങ്ക ഗാന്ധി ആ പ്രസ്താവന നടത്തി? കേരളം ഇതായിട്ട് ഒരു ബന്ധമുള്ള കാര്യമല്ല. വടക്കേന്ത്യ ഇലക്ഷൻ അല്ല. വടക്കേന്ത്യയിലെ ഇലക്ഷൻ ഉണ്ടെങ്കിൽ ഒരു ആസാമിൽ പിന്നെ പശ്ചിമ ബംഗാളിലൊക്കെ ഉണ്ട്. അതുകൊണ്ടാണോ ഇപ്പോൾ എനിക്ക് സംശയം പറയുന്നത്. പക്ഷെ കേരളത്തിൽ പറയേണ്ട കാര്യം എന്താണ്? ഞങ്ങൾ അധികാരത്തിലുള്ള കേരളത്തിൽ ഒരു ആവശ്യമില്ലാത്ത കാര്യമാണ്. നിങ്ങൾ ഗോവധം നടത്തൂല എന്ന് പറഞ്ഞാൽ വോട്ട് കിട്ടാൻ പാടില്ല. അതല്ല, അങ്ങനെയുള്ള വോട്ടൊക്കെ BJP പോവുള്ളൂ. അപ്പോൾ കോൺഗ്രസ് നേതാക്കളെ സതീശൻജി പിന്നെ വേണുജി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. മരണ വെപ്രാളമാണ്. ഓക്സിജൻ കൊടുത്തിരിക്കുകയാണ് ICUവിൽ കോൺഗ്രസ് UDF കേരളത്തിൽ. അത് നിങ്ങൾ വെറുതെ ഓക്സിജൻ ജാറ് പിൻവലിക്കാൻ ഇത് ഓഫ് ചെയ്തില്ലേ? എന്ത് കണ്ടീഷനാണ് പ്രിയങ്ക ഗാന്ധി ഇന്നിപ്പോൾ ആ പ്രസ്താവന കൊടുത്തിട്ടുണ്ട്? ശരിയാണെങ്കിൽ ഇല്ലാത്തതെല്ലാം വരുമ്പോൾ ഇലക്ഷൻ സമയത്ത് ഇല്ലാത്തതൊക്കെ വരുന്നതാണ്. അതൊന്ന് ശ്രദ്ധിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്, വിനീതമായിട്ട്. അപ്പം ഞങ്ങളിത് പറയുന്നത് ഇലക്ഷൻ മത്സരിക്കാനോ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയല്ല. ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ കേരളത്തിൽ UDF വരേണ്ടത് കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ്. മലയാള ജനതയുടെ ആഗ്രഹമാണ്. അത് ഒരു സംശയമില്ല. അത്ര കണ്ട് കോൺഗ്രസ് പാർട്ടി പിന്നെ എല്ലാ നിലക്കും അതമ്പതിച്ചു പോയി. കാരണം എന്ത് തെറ്റ് ചെയ്തിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫീസിൽ കയറി ചെന്നത് ആ തെറ്റെല്ലാം തിരുത്തും. ഇപ്പം കണ്ടില്ലേ, ഒരു പുസ്തകറികളെ കണ്ണൂർ, അത് ആ പുസ്തകം അപ്പം തന്നെ വിട്ടു തീർന്നു. അത്ര കണ്ട് ജനങ്ങൾ വെറുക്കുന്നുണ്ട്. അത് നാശമാണ്. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നശിക്കാൻ പാടില്ലാത്തതാണ്. അപ്പം അങ്ങനെ നിൽക്കുമ്പോൾ സതീശൻജിയോടും വേണുജിയോടും പറയാണ്,
നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. നിങ്ങളുടെ നേതാക്കളെ കൊണ്ട് പ്രസ്താവന കൊടുക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് കേരളത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കേരളത്തിലെ ഉന്നത ജാതരായ ഒരു നേതാവിനോടെങ്കിലും, കാരണം കേരളത്തിൽ ശരിക്കും വടക്കേന്ത്യ രാഷ്ട്രീയം അറിയില്ലല്ലോ, അത് ചോദിക്കണമെന്ന് അവർ കൂടി അറിയിച്ച് അല്ലെങ്കിൽ അവരോട് സോട്ടിയിട്ട് ആ പ്രസ്താവന ഉണ്ടാവും. അറ്റ്ലീസ്റ്റ് ഇലക്ഷൻ കഴിഞ്ഞെങ്കിലും, ഇലക്ഷൻ കഴിഞ്ഞ് ഭൂരിപക്ഷം കിട്ടിയപ്പോൾ നിങ്ങൾ തലകുത്തി മറിയേ, ഒരു കുഴപ്പമില്ല. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. നോട്ട് ദി പോയിന്റ് കോടതിയിൽ ജഡ്ജി വക്കീൽ പറയും പോലെ. ഞാൻ സതീഷിൻ്റെ കൂടി പറയുന്നത്, കുറച്ച് വെളിവുള്ള ആളാണല്ലോ സതീഷ്, അതുകൊണ്ട് അദ്ദേഹത്തിന് പറയാണ്. ഈ വെളിവത്തിൽ ബോധ്യം, കുറച്ച് കാര്യങ്ങൾ അറിയാം, അടിയൊഴുക്ക് അറിയുന്ന ആളാണ്. അതാണ് അന്ന് എന്ത് സാഹചര്യത്തിൽ പ്രിയങ്ക ഗാന്ധി ഈ വാർത്ത, ഈ പ്രസ്താവന കൊടുത്തു, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ കേരളത്തിൽ ഗോവ നിരോധിക്കുന്നത്. അതിന് ഭവിഷ്യത്ത് മനസ്സിലാകുന്നല്ലോ. അതിന് എന്താണ് കേരളത്തെ സംബന്ധിച്ച് അത് എന്തുമാത്രം പ്രത്യാഘാതം ഉണ്ടാകുന്നല്ലോ. 10 BJP വോട്ട് കിട്ടാൻ വേണ്ടി ആയിരിക്കുമോ? 10 BJP വോട്ട് കിട്ടാൻ പോകുമ്പോൾ 100 ന്യൂനപക്ഷ വോട്ട് പോകും. അത് മനസ്സിലാക്കണം. അപ്പം ആരോ സംഘപരിവാറായിട്ട് ബന്ധമുള്ള നേതാക്കൾ പ്രിയങ്കയുടെ ഉപദേശിച്ചാൽ ചിലപ്പോൾ നിങ്ങളിങ്ങനെ പറഞ്ഞോട്ട് അപ്പോൾ സംഘപരിവാർ ഒരു വോട്ട് കിട്ടുന്നത് അങ്ങനെ അങ്ങ് പറഞ്ഞിട്ടാണ് അതുപോലുള്ള ബുദ്ധിപൂർവ്വം അല്ലാത്തതാണ് പ്രസ്താവന വരുന്നെങ്കിൽ, പ്രിയങ്ക മോളെ ഞാൻ പറയുന്നു, നമുക്ക് ആപത്താണത്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. എന്തെങ്കിലും പ്രസ്താവന ഉണ്ടെങ്കിൽ അത് കേരളത്തിൽ നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരു നേതാവോട് രജിസ്റ്റർ ചോദിച്ച് അവരെ കൂടി അനുവാദം കിട്ടിയാൽ അത് പ്രസ്താവനയായിട്ട് കൊടുക്കാവുള്ളൂ. പ്രത്യേകിച്ച് കേരളത്തിൽ കൊടുത്ത്. ഇതാണ് സംഗതി. നീ മറ്റൊരു കാര്യം പറഞ്ഞു നിർത്താം, അതറിയില്ല, അത് യുദ്ധ മേഖല, ഇറാൻ. ഇന്നലെ ഞാൻ പറഞ്ഞു എങ്ങനെയാണ് ലോകാവസാനം റഷ്യയുടെ ഇത് വർക്ക് ചെയ്യുന്നത് പറയും. അതായത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇന്നിപ്പോൾ ഏറ്റവും ഉന്നത രാജ്യം അമേരിക്ക, റഷ്യ, ചൈന എന്നൊക്കെയാണ്. അതൊരു മോശമൊന്നുമില്ല. അതിനേക്കാളൊക്കെ വളരെ മോസ്റ്റ് മോഡേണായിട്ട് പോകുന്നത് സൗദി അറേബ്യയും ദുബായുമാണ്. ലോകത്ത് ഏറ്റവും വലിയ അമ്പരചുംബികളെ ബിൽഡിങ്ങും വിമാനത്താവളമൊക്കെ ദുബായിലാണ്. കഴിഞ്ഞ 2030 ആകുമ്പോഴേക്കും സൗദി അറേബ്യയെ ലോകത്ത് 1-ാം തരം സ്ഥലമാക്കി മാറ്റാനുള്ള അസാധ പരിശ്രമത്തിലാണ്. ചിന്തിക്കാത്ത വിധത്തിലാണ് അവർ പുരോഗതി പരിഷ്കാരങ്ങൾ വരുന്നത്. ഇത് കണ്ട അമേരിക്കൻ ലോബി അല്ലെങ്കിൽ പാശ്ചാത്യ ലോബി അവർക്ക് നേരിട്ട് സൗദിയിലോ ദുബായ് ചെയ്യാൻ പാടില്ല. അപ്പോൾ എന്താ ചെയ്യുക? കുളം കലക്കി പരുന്ന് കൊടുക്കുമ്പോൾ അവിടെ കുളം കിടക്കിയിട്ട് ആ കൊടുത്ത് നശിപ്പിച്ചെടുക്കുക. അങ്ങനെ നശിപ്പിക്കാനുള്ള പരിപാടി ആസൂത്രണം ചെയ്തിട്ടുണ്ടോ എന്ന് കൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം സദ്ദാം ഹുസൈൻ്റെ മകൻ അദ്ദേഹത്തെ കൊന്നു കളഞ്ഞു. പിന്നെ സദ്ദാം ഹുസൈൻ്റെ, അതുപോലെ കേണൽ ഗദ്ദാഫിയുടെ. അങ്ങനെ അവർക്ക് അമേരിക്കയ്ക്കും പാശ്ചാത്യ ശക്തികൾക്കും എതിരെ വരാൻ സാധ്യതയുണ്ട് എന്ന് ചിന്തിക്കുന്നവർക്കെല്ലാം കൊന്നുകളയാണ്. അവിടെ ചോദ്യമില്ല. കൊല്ലപ്പോൾ ആരും പ്രയാസം, ആരെ കൊല്ലാൻ പ്രയാസമുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ അപകടം ലോകത്ത് നടക്കുന്നുണ്ട്, നടക്കാൻ പോകുന്നുണ്ടെന്ന് കൂടി ആമുഖമായിട്ട് കാര്യം പറയാണ്. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്താന്ന് പറയാം, വേറൊന്നുമില്ല. നമ്മുടെ CJ ജോയി ഒരുപടി പോയിന്റ്. CJ ജോയി ആത്മഹത്യ മരിക്കുന്നത് ചെയ്യാൻ മരിച്ചല്ലോ. പക്ഷേ അതിന് ഒരു പയ്യന്റെ പേരുണ്ട്, അതാണ് റയീദ് സീത എന്ന് കേട്ടോ, ഒരു മുസ്ലിം പയ്യനാണ്. 36 വർഷമായിട്ട് കിടന്ന് കിടപ്പാണ്. 36 വർഷമായിട്ട് കിടന്ന് കിടപ്പിൽ തന്നെ വായനയും ഭക്ഷണം എല്ലാം ചെയ്തത്. എന്നിട്ടും അദ്ദേഹം അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ടും സമാധാനമായിട്ട് സന്തോഷം കഴിയുകയാണ്. 36 വർഷം. അതുപോലെ അവർ മാത്രം വേറെയും സ്റ്റീഫൻ ബോക്കൽസ്, ചലച്ചിത്ര ഒരുപടി ആൾക്കാർ ലോകത്തുണ്ടായിട്ടുണ്ട്. അവരെല്ലാം വലിയ വലിയ നില എത്തിയിട്ടുണ്ട്. എന്നിട്ട് ഇത്രയും കോടിക്കണക്ക് സ്വത്തുണ്ടായ CJ ജോയി മരിക്കുകയോ അല്ലെങ്കിൽ കൊല്ലപ്പെടുകയോ ചെയ്തെങ്കിൽ എന്താണോ നിങ്ങളുടെയൊക്കെ വിശ്വാസം? മരിച്ചവളിൽ പറഞ്ഞിട്ട് കാര്യമില്ല. ജീവിച്ചിരിക്കുന്ന മറ്റ് സമുദായ നേതാക്കൾ എന്താണ് നിങ്ങൾക്ക് വിശ്വാസം? ഈശ്വരനിൽ എന്തെങ്കിലും വിശ്വാസമുണ്ടോ? ദൈവത്തിൽ വിശ്വാസമുണ്ടോ? ദൈവത്തിൽ വിശ്വാസമുള്ള സയ്യിദ് എന്ന പയ്യൻ 36 കൊല്ലമായിട്ട്, അപ്പോൾ പിന്നെ അതിൽ കൂടുതൽ വയസ്സുണ്ടല്ലോ, 36 കൊല്ലമായിട്ട് കിടന്ന കിടപ്പിലാണ്. ചൈനയിൽ ഒരു നേതാവുണ്ട്, ഇതായത് കിടന്ന് കിടപ്പോൾ അനങ്ങാൻ പറ്റും, ചലക്കാൻ പോലും പറ്റില്ല. അവരൊക്കെ ലോകത്ത് 1-ാം നമ്പർ പൗരനായിട്ടുണ്ട്. ഇതൊക്കെയാണ് സത്യമെങ്കിൽ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ബഹുമാന്യായ സഹോദരന്മാരെ, നിങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധിക്കുക. ദൈവത്തിലേക്കൊന്ന് കണ്ടു തുറക്കുക, ഒന്ന് മുഖം തിരിക്കൂ. അതെല്ലാവർക്കും നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ. നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.